അയർലൻഡിനെതിരായ ടി20 പരമ്പരയിൽ തോൽവിയേറ്റു വാങ്ങിയതോടുകൂടി ഇന്ത്യൻ ടി20 ടീമിൽ അടിമുടി മാറ്റങ്ങൾക്കുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ടീം മാനേജ്മെന്റ്. പ്ലേയിങ് കോമ്പിനേഷനുകളുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ചില റിപ്പോർട്ടുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ കൂടുതൽ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അയർലൻഡിനോട് ടീം ഇന്ത്യ ഒരു പരമ്പര തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്നത്. പുതിയ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ കീഴിലെത്തിയ ടീമിന്റെ ബാറ്റിംഗ് പെർഫോമൻസ് തന്നെയാണ് രണ്ട് മത്സരങ്ങളിലും ഏറ്റവും മോശമായി മാറിയത്. ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാർ ഫോം കണ്ടെത്താതെ വലഞ്ഞത് തന്നെയാണ് ടീം മാനേജ്മെന്റിനെ ഇപ്പോൾ കടുത്ത തീരുമാനത്തിലേക്ക് തന്നെ നയിക്കുന്നത്. യുവ ബാറ്ററായ വൈഭവ് സൂര്യവംശിയെ പ്ലേയിങ് ലെവലിലേക്ക് പരിഗണിക്കുന്നതിനെ പറ്റിയാണ് ടീം മാനേജ്മെന്റ് ആലോചിക്കുന്നത്. ടീം ഇന്ത്യയെ സംബന്ധിച്ച് ബുധനാഴ്ച മുതലാണ് ഇംഗ്ലണ്ടിനെതിരായി ടി20 പരമ്പര ആരംഭിക്കാനായിരിക്കുന്നത്. 5 മത്സരങ്ങളാണ് ഇംഗ്ലണ്ടിനെതിരായി ടി20 പരമ്പരയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. സഞ്ജു സാംസണും ഇഷൻ കിഷനും ശ്രേയസ് അയ്യരും അടങ്ങുന്ന ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നിര 2 മത്സരങ്ങളിലും പരാജയമായി മാറിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇതിലാരെങ്കിലും ഒരു താരത്തെ മാറ്റി നിർത്തിക്കൊണ്ട് വൈഭവിനെ ഓപ്പണിംഗിലേക്ക് പരിഗണിക്കാൻ തന്നെയാണ് ടീം ഇന്ത്യ തയ്യാറാകുന്നത് എന്നാണ് ടീമുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ ഇൻസൈഡ് സ്പോർട്സ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടി20യിൽ ഓപ്പണർ ബാറ്റർ സഞ്ജു സാംസനെ മാറ്റി നിർത്തിക്കൊണ്ട് പകരം വൈഭവിനെ ടീം ഇന്ത്യ പരിഗണിക്കുമെന്നാണ് ഈ റിപ്പോർട്ടുകളിൽ പറയുന്നത്. അഭിഷേക് വൈഭവ് സഖ്യമായിരിക്കും ടീം ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാനായി എത്തുക. 1 ഡൗൺ പൊസിഷനിൽ ഇഷൻ കിഷൻ തുടരുമ്പോൾ ശ്രേയസ് അയ്യർ, തിലക് വർമ്മ, ശിവം ദുബെ എന്നിവർ ടീമിലെ സ്ഥാനം നിലനിർത്തും. ഇഷൻ കിഷന് ഒരു മത്സരത്തിൽ കൂടി ടീം ഇന്ത്യ അവസരം നൽകുമെന്നും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. പ്രകടനം ശരാശരിയിലും താഴെയായെങ്കിൽ മാത്രം ഇഷനെ മാറ്റിക്കൊണ്ട് പകരം സഞ്ജുവിന് വീണ്ടും അവസരം നൽകിയേക്കും. 2 മത്സരങ്ങളും ഒരേപോലെ തന്നെ സഞ്ജുവും കിഷനും ശ്രേയസ് അയ്യരും നിരാശപ്പെടുത്തിയിരുന്നു. 2ാം മത്സരത്തിൽ ഗോൾഡൻ ഡക്കായാണ് അഭിഷേകും സഞ്ജുവും അടങ്ങിയത്. ടീമിന് വിജയം അനിവാര്യമായ സാഹചര്യത്തിൽ വൈഭവ് സൂര്യവംശിയുടെ ഇൻക്ലൂഷൻ ഗുണം ചെയ്യുമെന്നാണ് ടീം മാനേജ്മെന്റ് കരുതപ്പെടുന്നത്. എന്തായാലും ബുധനാഴ്ച ടീം ഇന്ത്യയുടെ പ്ലേയിങ് കോമ്പിനേഷനുമായുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരും മണിക്കൂറുകളിൽ എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.